കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവിൻ. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ദൈവം നമ്മോട് അടുത്തു വരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തോട് നമ്മൾ അടുത്തു ചെല്ലേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ വിശുദ്ധീകരിപ്പിൻ. ഒന്ന്, ദൈവത്തോട് അടുത്തു ചെല്ലാൻ പറയുന്നൊരു വാചകം. 2, പാപികളോട്. 3, ഇരുമനസ്സുള്ളവരോട്. ഈ 3 ഭാഗങ്ങളും വളരെ ശ്രദ്ധേയമാണ്. ദൈവം എന്താണ് ഇഷ്ടപ്പെടുന്നത്? തെസ്സലോനിക്ക ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എബ്രായ ലേഖനം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും പിതാവിൻ്റെ രാജ്യത്തിൽ കടക്കുന്നില്ല. അപ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് ആര്? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ, അല്ലെങ്കിൽ ദൈവം സ്നേഹിക്കുന്ന, ദൈവം ആദരിക്കുന്ന ആളാര് എന്നുള്ള ചോദ്യം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. 24-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്ഥലത്ത് നിൽക്കുന്നത് ആര്? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? എന്താണ്? 24-ാം സങ്കീർത്തനത്തിൽ 4-ാമത്തെ വാക്യം മുതൽ, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ദൈവസ്ഥനിൽ നിൽക്കുന്നത് ആര് എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നത് വെടിപ്പുള്ള കൈ, നിർമ്മല ഹൃദയം, വ്യാജത്തിന് മനസ്സ് വയ്ക്കാത്ത, കള്ളസത്യം ചെയ്യാതെ ഇരിക്കുന്ന മനുഷ്യൻ. അപ്പം ഇതാണ്. അപ്പം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്ന്, നമ്മൾ വെടിപ്പുള്ള കൈയുള്ളവരായിരിക്കണം, ഹൃദയ നിർമ്മലതയുള്ളവരായിരിക്കണം, അല്ല വ്യാജത്തിന് മനസ്സ് വയ്ക്കാത്തവരായിരിക്കണം എന്ന് തിരുവചനം വളരെ കൃത്യമായ രീതിയിൽ നമ്മോട് പറയുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നാണ് നീതിയോടെ നടക്കുക, വിശുദ്ധിയോടെ ജീവിക്കുക എന്നുള്ളത്. അതിനനുസരിച്ച് ഇന്നത്തെ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ചാൽ ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക നന്മകൾ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമ്മൾ കയറി ചെല്ലാൻ ആഗ്രഹിച്ചാൽ ആ തരത്തിലുള്ള അനുഗ്രഹത്തെ ദൈവം നമ്മുടെ മേൽ പകരുവാൻ തക്കവണ്ണം ഇടവരും. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ടെ. എല്ലാ നന്മകളാലും ദൈവം നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്തവും ഏൽപ്പിക്കുന്ന മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.